റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഒരുക്കങ്ങളുടെ ഭാഗമായി ഇന്ന് ഫുൾ ഡ്രസ് റിഹേഴ്സൽ നടക്കുമെന്നറിയാൻ സാധിക്കുന്നുണ്ട്. സേനാ വിഭാഗങ്ങളടക്കം പരേഡിൽ പങ്കെടുക്കുന്ന മുഴുവൻ പ്രകടനങ്ങളുടെയും റിഹേഴ്സൽ കർത്തവ്യ പഥിൽ നടക്കും. പരേഡിന് മുന്നോടിയായി ശക്തമായ സുരക്ഷയാണ് ഡൽഹിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിഖിൽ, കൃത്യമായ സംവിധാനങ്ങൾ അവിടെ ഒരുങ്ങുന്നു എന്നും കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം അത്രത്തോളം പേർ അവിടേക്ക് എത്തും. വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾ, മുഖ്യ അതിഥി ഉണ്ടാകും. പരേഡുമായി ബന്ധപ്പെട്ട് ഫുൾ ഡ്രസ് റിഹേഴ്സൽ ഇന്ന് അവിടെ നടക്കുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ ഒരുക്കങ്ങൾ എത്രത്തോളമുണ്ട്? ദേവിക, തീർച്ചയായും ആ തലസ്ഥാന നഗരി രാജ്യതലസ്ഥാനത്ത് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കർത്തവ്യപഥിലേക്കുള്ള ആ ഒരു വഴിയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ, എനിക്ക് പിന്നിൽ കാണുന്ന പോലെ ഇവിടെ പോലീസ് സുരക്ഷാ സേനാംഗങ്ങളുടെയൊക്കെ വിപുലമായ ഒരു സുരക്ഷാ സജ്ജീകരണം തന്നെ ഇവിടെ നിന്ന് തന്നെ ഇന്നിപ്പോൾ ഈ ഒരു ഡ്രസ് റിഹേഴ്സൽ, ഫുൾ ഡ്രസ് റിഹേഴ്സലാണ്. അതായത് റിപ്പബ്ലിക് ദിന പരേഡ് എങ്ങനെ നടക്കുന്നു അതേ രീതിയിലുള്ള ഫുൾ ഡ്രസ് റിഹേഴ്സൽ, അത് പരിപാടിയിൽ പങ്കെടുക്കുന്ന സേനാംഗങ്ങൾ, വിവിധ കലാപരിപാടികൾ, അവരുടെ എല്ലാം ഫുൾ ഡ്രസ്സായിട്ടുള്ള റിഹേഴ്സൽ. അത് മാത്രമല്ല സുരക്ഷയുടെ കാര്യത്തിലും ഒരു ഫുൾ ആയിട്ടുള്ള സുരക്ഷ, പഴുതടച്ച സുരക്ഷ. അന്ന് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ അന്നത്തെ VVIPകൾ ഒഴികെയുള്ള ബാക്കി മുഴുവൻ ആളുകളും, ഇന്ന് പബ്ലിക്കിന് എൻട്രി ഉണ്ട്, പക്ഷേ അതും പാസ് മുഖേന മാത്രമാണ് ഇന്നത്തെ ഈ ഒരു ഡ്രസ് റിഹേഴ്സലിലേക്കും പൊതുജനങ്ങൾക്കും ഇന്ന് പ്രവേശനമുള്ളത്. അതുകൊണ്ട് തന്നെ അന്ന് എങ്ങനെയാണോ, അതായത് ഈ ജനുവരി 26-ന് എങ്ങനെയാണോ പരിപാടി നടക്കുക അതേ രീതിയിൽ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ഒരുക്കങ്ങളും ഇന്നത്തെ ഈ റിഹേഴ്സലും ക്രമീകരിച്ചിട്ടുള്ളത്. വിവിധ സേനാംഗങ്ങൾ അവരുടെ വിവിധ പ്രകടനങ്ങൾ, അഭ്യാസ പ്രകടനങ്ങൾ, അന്ന് റിപ്പബ്ലിക് ദിന പരേഡിൽ അവർ പുറത്തെടുക്കുന്ന ആ ഒരു പ്രകടനങ്ങൾ, അതിൻ്റെ റിഹേഴ്സൽ ഉണ്ടാവും. ഒപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളുടെ ടാബ്ലോകൾ അത് ഇന്ന് ഉണ്ടാവും. ഒപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാപ്രകടനങ്ങൾ, വിവിധ ആളുകളുടെ പ്രകടനങ്ങൾ, അതിൻ്റെ എല്ലാം വിവിധങ്ങളായ പ്രകടനങ്ങളുടെ എല്ലാം അന്നെങ്ങനെയാണോ നടക്കുക അത് തന്നെ ഇന്നും നടക്കും. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ സുരക്ഷയുടെ കാര്യത്തിലും യാതൊരു വിട്ടുവീഴ്ചയില്ല. ശക്തമായ സുരക്ഷ തന്നെയാണ് ഈ ഒരു കർത്തവ്യപഥിലും അതോടൊപ്പം രാജ്യ തലസ്ഥാനത്തും ഒരുക്കിയിട്ടുള്ളത്. 10,000 പേർ അതിഥികളായി ഈ ഒരു 26-ാം തീയതി ഈ ഒരു റിപ്പബ്ലിക് ഡേ വീക്ഷിക്കാൻ എത്തും എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗികമായ കണക്കുകൾ പറയുന്നത്. 10,000 പേർ എത്തും. അതുകൊണ്ട് തന്നെ ശക്തമായ സുരക്ഷ തന്നെ രാജ്യ തലസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളായി ഒരുക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന കർത്തവ്യപഥിലേക്കുള്ള എൻട്രൻസ് ആണ്. ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പിന്നിൽ ഒരു ചെക്കിംഗ് ഗേറ്റ് ഉണ്ട്. അതിനുശേഷം അങ്ങോട്ട് വിവിധങ്ങളായ ചെക്കിംഗ് ഗേറ്റുകളുണ്ട്. ആ ചെക്കിംഗ് ഗേറ്റുകളിലേക്ക് ഓരോ ചെക്കിംഗ് ഗേറ്റുകളിലും വിശദമായ പരിശോധനകൾ തന്നെ നടത്തി അന്ന് എങ്ങനെയാണോ ആളുകളെ അവിടേക്ക് പ്രവേശിപ്പിക്കുക അങ്ങനെ തന്നെയാണ് ഇന്നും പ്രവേശിപ്പിക്കുക. VVIPകൾ ഒഴികെയുള്ള ബാക്കി പൂർണ്ണമായ സജ്ജീകരണങ്ങൾ സേനകളുടെ ഭാഗത്തു നിന്നെല്ലാം ഇതിനുവേണ്ടി ഒരുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഏറ്റവും വലിയ ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്തോനേഷ്യൻ സൈന്യത്തിൻ്റെ 30 അംഗ സംഘവും നമ്മളുടെ പരേഡിനൊപ്പം പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ റിഹേഴ്സലും ഇന്ന് ഈ ഒരു ഫുൾ ഡ്രസ് റിഹേഴ്സലിന് ഒപ്പം അതും ഇന്ന് എന്തായാലും നടക്കുന്നുണ്ട്. എന്തായാലും രാജ്യ തലസ്ഥാനം റിപ്പബ്ലിക് ദിനത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ദേവിക. ഓക്കെ, ശരി നിഖിൽ.